Watch India's largest kids library only on Jio Hotstar. Download the app now. നമ്മുടെ വീട്ടിൽ എണ്ണയേ ഇല്ല, പിന്നെ എന്തിനായി വിളക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? മിഠായി ഇല്ല, പടക്കോ ഇല്ല, വെറുതെ എന്തിനാ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ മോഹിപ്പിക്കുന്നത്? അറിയാം ഇപ്പൊ ദീപാവലി വരാൻ പോവുകയാണ്, പക്ഷെ നമ്മൾ അതിന് മുൻപ് തന്നെ പാപ്പരായിടാ. അതെ, പാപ്പരായി. എല്ലാം ആ മോട്ടുപതിലും കാരണമാണ്. ഒരു പക്ഷെ ഞാൻ ദീപാവലി സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവരെയും ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാൻ വിടില്ല. ഇത് സത്യമാണ്. വലിയേട്ടാ, ഇത്രയും വലിയ റോക്കറ്റോ? ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഇത് എന്റെ പുതിയ കണ്ടുപിടുത്തമാണ്. ഇതാണ് ഏക്കോ ഫ്രീ റോക്കറ്റ്. ഇത് മാത്രം ഞാൻ കത്തിച്ച് പറപ്പിച്ചാൽ ഇത് ഫുർഫുറി നഗരം മൊത്തം മിന്നിത്തിളങ്ങുന്ന സ്റ്റാർസിനെ വിതറും. അപ്പൊ എല്ലാ സ്ഥലത്തും സ്റ്റാർസ് ആവും. അതെ, അടിപൊളിയല്ലേ? നിങ്ങളെ എല്ലാവരും ഞാനിപ്പോ ഒരുമിച്ച് പറപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ജോൺ അല്ല. ഇങ്ങോട്ട് വാരിനടാ. ഓക്കേ, ഇവിടെ ഈ ശബ്ദം കേൾക്കുന്നത് ആരും ആക്രമിക്കുന്ന പോലെയാണോ ഈ ശബ്ദം? ജോൺ, നീ ഇവിടെ എന്ത് ചെയ്യാണ്? ഞാൻ എന്തിനാന്ന് വന്നതെന്ന് വെച്ചാൽ നിങ്ങളെ എല്ലാവരെയും പറപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ ഈശ്വര, ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്? ജോൺ, നീ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ ന്യായമാണോ? ഇപ്പോൾ റോക്കറ്റ് പറക്കുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യുമല്ലോ? റോക്കറ്റ് പറക്കുന്നേ. ഓടിച്ചെടുത്തല്ല, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാനിങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ, ബൈ ബൈ മോട്ടു പത്ലു, ഹാപ്പി ദീപാവലി. എല്ലാ വർഷവും രാജാവ് സാറിന്റെ കൂടെ ദീപാവലി എന്ന് നന്നായിട്ട് ആഘോഷിക്കുമായിരുന്നു നമ്മളെല്ലാം. ഇപ്പൊ ആണെങ്കിൽ രാജാവ് സാറും ഇല്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വർഷം ദീപാവലി ആഘോഷിക്കാൻ പറ്റില്ലെന്നാ. ഈ റോക്കറ്റ് പൊട്ടാൻ പോകുന്നു എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞതിന് ശേഷം കൂടെ അവർ ദീപാവലി ആഘോഷിക്കാം അല്ലേ? ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും, നന്നായിട്ട് അനുഭവിച്ചിരിക്കും. ഇത്രയും നല്ല ദീപാവലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഘോഷിച്ചിട്ടില്ല. ഹലോ വലിയേട്ടാ, ഇതൊക്കെ ഞങ്ങളുടെ റോക്കറ്റിൽ നിന്ന് വരുന്ന തീപ്പൊരികളാണ്. എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? ഒരുപക്ഷെ നിങ്ങളെ റോക്കറ്റിൽ നിന്ന് വന്നതായിരിക്കും, പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ മനസ്സ് അങ്ങോട്ട് സന്തോഷിപ്പിച്ചു. ഇവിടെ ഉണ്ടല്ലോ ഞങ്ങളുടെ സേനാപതിയെ, ഞങ്ങളുടെ രാജാവിനെ അങ്ങോട്ട് ബന്ധിച്ചിരിക്കുക. എന്നിട്ട് അയാള് വെല്ലുവിളിക്കുക, അയാള് രാജാവാകുന്നിടം വരെ ഇവിടെ ആരും ദീപാവലി ആഘോഷിക്കാൻ പോണില്ലെന്ന്. എന്താ ചെയ്യാ? ആരാണ് ഇവിടെ പടക്കം പൊട്ടിച്ചത്? ആരാണ് ഇവിടെ ദീപാവലി ആഘോഷിച്ചത്? പെട്ടെന്ന് മുന്നോട്ട് വാ. ഞങ്ങളാണ് പടക്കം പൊട്ടിച്ചത്. അതിനെന്താണിപ്പം? ഇവര് ഭൂമി നിവാസികളല്ലേ, പിടിക്കവരല്ല. എന്റെ അമ്മമാരെ കയ്യിൽ കുടുങ്ങിപ്പോയിന്നാ തോന്നുന്നത്.
എക്സ്ക്യൂസ് മീ, ഇവിടുന്ന് എവിടെന്നെങ്കിലും കുറച്ച് സമൂസ കിട്ടാൻ വഴിയുണ്ടോ? സമോസയോ? അതുപോലത്തെ ഒരു സാധനം ഞങ്ങളുടെ ഈ ഗ്രഹത്തിൽ കിട്ടൂല. അല്ല, നിങ്ങൾക്ക് ഭൂമിയിൽ പോയി കൊണ്ടുവരാൻ കഴിയോ? ഇത്ര കാര്യമുള്ളോ? അത് ഭൂമിയിൽ പോയി കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. വേഗം ഫുർഫുറി നഗറിലേക്ക് പോകൂ. അവിടെ പോയിട്ട് ചായക്കടക്കാരൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് സമൂസ വാങ്ങിട്ട് വരൂ. അദ്ദേഹം നിങ്ങൾക്ക് തന്നേക്കും. ഇപ്പം പോയിട്ട് വരാം. ചായക്കാരൻ ചേട്ടാ, മോട്ടറിനുള്ള സമോസ തരുവോ? ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കേ. ഹലോ, എന്നാ പിടിച്ചോ സമോസ. മോട്ടു, നല്ല മണം. എടാ, ഇനി നിന്റെ ഊഴമാണ് സാമ്പ. മോട്ടുജി, നിങ്ങൾക്ക് എന്റെ പേര് എങ്ങനെ മനസ്സിലായി? നിന്റെ പേര് സാമ്പ എന്നാണോ? അതെ, എന്റെ പേര് സാമ്പ എന്നാണ്. വളരെ നന്നായി. എങ്കിൽ ചെല്ലു, എന്നിട്ട് ഠാക്കൂർ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. നിങ്ങൾക്ക് രാജാ സാറിന്റെ പേര് അറിയുമോ? അപ്പോൾ നിങ്ങളുടെ രാജാവിന്റെ പേര് ഠാക്കൂർ എന്നാണോ? ഞങ്ങളുടെ രാജാവ് സാറിന്റെ പേര് രാജാ ഠാക്കൂർ എന്നാണ്. എങ്കിൽ സാമ്പ ചെല്ലു, എന്നിട്ട് രാജാവ് ഠാക്കൂറിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഞാൻ ഇപ്പൊ തന്നെ രാജാവ് ഠാക്കൂറിനെ കൂട്ടിക്കൊണ്ടുവരാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മാലാഖമാരെ പോലെ വന്നു, എന്നിട്ട് ഈ ചതിയൻ സേനാപതിയുടെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി. ഞങ്ങളുടെ ഈ ഗ്രഹത്തിൽ ദീപാവലിയെ വളരെ ശുഭമായിട്ടാണ് കരുതുന്നത്. ഞാൻ എന്റെ പ്രജയ്ക്ക് വേണ്ടി വളരെയധികം ചിന്തിതനായിരുന്നു. കാരണം ഈ പ്രാവശ്യം ദീപാവലി ആഘോഷിച്ചില്ലെങ്കിൽ ഒരു അപശകുനം നടക്കരുതെന്ന് ആഗ്രഹിച്ചു. രാജാവേ, ഞങ്ങൾ ഇവിടെ ചെയ്തതൊക്കെ മനുഷ്യത്വത്തിന്റെ പേരിൽ ചെയ്തതാണ്. അതെ രാജാവേ, നിങ്ങൾ എല്ലാവരും ചേർന്ന് നല്ല സന്തോഷത്തിന്റെ ദീപാവലി ആഘോഷിക്കൂ. ഞങ്ങളുടെ ഭൂമിയിലേക്ക് തിരിച്ചു പോവാൻ നോക്കട്ടെ. തീർച്ചയായിട്ടും മോട്ടു പത്ലു, ഞങ്ങള് നിങ്ങളെ സ്വയം ഭൂമിയിൽ കൊണ്ടുവിട്ടിട്ട് വരാം. ജോണെല്ലാം മിഠായും കൊണ്ട് ഓടിക്കളഞ്ഞു. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പടക്കവും എടുത്തോണ്ട് പോയെന്ന്. വാസം പറഞ്ഞ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ തുണികളും അയാൾ എടുത്തോണ്ട് പോയിരിക്കുന്നു. അതേ മോട്ടു പത്ലു, നിങ്ങളൊക്കെ എവിടുന്ന് വരുക? ആരൊക്കെയാ നിങ്ങളുടെ കൂടെ ഉള്ളത്? അതും കൂടെ പറ. ചേട്ടാ, ഇവരൊക്കെ നമ്മുടെ പുതിയ കൂട്ടുകാരാണ്. പ്ലാനറ്റ് ബിയിലാണ് ഇവരുടെ താമസം. ഇവരൊക്കെ നമ്മളുടെ കൂടെ ഇവിടെ ദീപാവലി ആഘോഷിക്കാൻ വന്നിരിക്കുക. അതിനെങ്ങനെ ദീപാവലി ആഘോഷിക്കാൻ പറ്റും? ആ ജോൺ എല്ലാവരുടെയും പടക്കം മോഷ്ടിച്ചു കഴിഞ്ഞില്ലേ? എല്ലാ വീടുകളിലും കടകളിലും കയറി അവൻ മോഷ്ടിച്ചു, അറിയാമോ? ആ ജോണിനെ ഞാൻ വെറുതെ വിടൂല. മോട്ടു പത്ലു, ഒരിക്കലും വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ ദീപാവലി ഇത്ര സന്തോഷകരമാക്കിയില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. വീര, ഫുർഫുറി നഗറിലെ എല്ലാ വീടിലും പടക്കം എത്തിക്കുക. ആകെ പാലിക്കുന്നു മഹാരാജാവേ. രാജാവേ, ഇത്രയധികം പടക്കങ്ങൾ ഇവിടെ വന്ന് പൊട്ടിച്ചതിന് വളരെ നന്ദിയുണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ പൊല്യൂഷൻ ഉണ്ടാക്കും. ഞങ്ങളുടെ ഗ്രഹത്തിന്റെ പടക്കത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ അതില് നിറമുള്ള തീയും വെളിച്ചവും ഒക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല പ്രകാശം ഉണ്ടാവും. ഞങ്ങളുടെ അവിടെ കുട്ടികളും വലിയവരൊക്കെ ഒരു പേടിയില്ലാണ്ട് പടക്കവും പൂത്തിരിയൊക്കെ പൊട്ടിക്കാറുണ്ട്. ഓ, വല്ലാത്ത അതിശയമായിരിക്കുന്നല്ലോ. ഇത്രയും നല്ലൊരു പടക്കം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. താങ്ക് യു മോട്ടു പത്ലു. താങ്ക്സ് ഒക്കെ നമുക്ക് നമ്മുടെ രാജാവിനോട് പറയാം ബോക്സർ ചേട്ടാ. മറ്റൊന്നല്ല, ഇതിനൊക്കെ കാരണം ഇദ്ദേഹമല്ലേ? ഫുർഫുറി നഗരത്തെ എല്ലാ പടക്കങ്ങളും ഞാൻ എടുത്തിട്ട് വന്നിട്ടും ഇപ്പൊ ഇവർക്ക് പെട്ടെന്ന് എവിടുന്ന് പടക്കം കിട്ടിയടാ എനിക്കറിയുന്നില്ല. ഇല്ല ഇല്ല, ഞാൻ എന്ത് ചെയ്താലും മോട്ടു പത്ലു അതിൽ നിന്നും പുറത്ത് വന്ന് കളയുന്നല്ലോ.
എന്റെ അമ്മോ, സന്തോഷമായിരിക്കുന്ന ഈ നേരത്തെ എന്തിനാ ജോൺ അവിടെ കിടന്ന് കരയുന്നത്? ഞാൻ എല്ലാ പടക്കവും കട്ടുകൊണ്ടുപോയി. പിന്നെ മോട്ടു പത്നുവിനെ പുറത്തയച്ചു. പക്ഷെ ഇപ്പോൾ എവിടുന്ന് ഇത്രയ്ക്കും പടക്കം എല്ലാവർക്കും കിട്ടി? എനിക്ക് അറിയുന്നില്ലല്ലോ. ഇതെന്താ എനിക്കിങ്ങനെ? ജോൺ, നിങ്ങളൊക്കെ എന്താണ് ഈ കാണിച്ചു വെച്ചത്? ഈയിടെയായിട്ട് ഒരുപാട് ഡയറ്റിംഗ് ചെയ്യുന്നുണ്ടല്ലേ? ഇത് ഡയറ്റിംഗ് കാരണമായതല്ല മോട്ടു, ബീറ്റിംഗ് കാരണമായതാണ്. നോക്കൂ ജോണ്, ഞാൻ എല്ലാവർക്കും വേണ്ടി നിന്നോട് ഇപ്പോൾ മാപ്പ് ചോദിക്കുന്നു. അതെ, ഇന്ന് ദീപാവലി അല്ലേ? വരൂ, നമുക്കെല്ലാവർക്കും ദീപാവലി ആഘോഷിക്കാം. നീ അതെ പറയുന്നത് ജോണേ, സത്യമാണോ അതെ. മോട്ടു? ഇന്നത്തേക്ക് നീ ചെയ്ത തെറ്റുകളെല്ലാം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഹാപ്പി ദീപാവലി, ഹാപ്പി ദീപാവലി. എല്ലാവർക്കും എന്റെ ഹാപ്പി ദീപാവലി. എല്ലാവരും എന്നെ ക്ഷമിക്കണം. നിങ്ങളുടെ പടക്കമൊക്കെ കട്ടുകൊണ്ടുപോയതിന് എന്നെ ക്ഷമിക്കണം. Watch India's largest kids library only on Jio Hotstar. Download the app now.